നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നാടകീയം, അത്യന്തം നാടകീയം. നാടകാന്ത്യം കിരീടം ഉയർത്തിയത് PSG, അതും 90 മിനിറ്റ് വരെ പിന്നിൽ നിന്നിട്ട്. അങ്ങനെ ഈ വർഷത്തെ 5ാമത്തെ കിരീടം അവർ സ്വന്തമാക്കിയിരിക്കുകയാണ്. സെക്സ്റ്റപ്പിൽ നിന്ന് അവരെ തടഞ്ഞത് ചെൽസി മാത്രമാണ്. ആ ക്ലബ് വേൾഡ് കപ്പ് കിരീടം ചെൽസി കൊണ്ടുപോയി. ബാക്കിയെല്ലാം ഇതാ PSG തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ്. യുവേഫ സൂപ്പർ കപ്പിൽ 2-2 സമനില, പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 4-3 വിജയിച്ചിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ 2-0 പുറകിലായിരുന്നു റെഗുലർ ടൈമിൽ. അവിടെ നിന്ന് 90 മിനിറ്റ് കഴിയുമ്പോൾ 2-1 പുറകിലായിരുന്നു. പിന്നെ സമനില പിടിച്ചു. ഷൂട്ടൗട്ടിലും ഒരു ഘട്ടത്തിൽ 2-0 പിന്നിലായിരുന്നു. പിന്നെ അവർ 4-3 വിജയിച്ച് കയറി. യെസ്, ലൂയിസ് എൻറിക്കയുടെ കുട്ടികൾ മറ്റൊരു കിരീടം കൂടി ഉയർത്തിയിരിക്കുകയാണ്. യുവേഫ സൂപ്പർ കപ്പിൽ റിച്ചാർലിസൺ, കുദിസ് തുടങ്ങിയവരെ മുന്നേറ്റത്തിൽ അണിനിരത്തിക്കൊണ്ടാണ് ടോട്ടനാം ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് കിച്ചകാഴസ്കേലി, ഒസ്മാൻ ഡെംബെലെ, ബർക്കോള എന്നിവർ ചേർന്നുകൊണ്ടാണ് PSG മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 39ാമത്തെ മിനിറ്റിൽ മിക്കി വാൻഡിവൈനിലൂടെ ടോട്ടനാം ഹോട്ട്സ്പർ ലീഡെടുത്തു. കഴിഞ്ഞില്ല. 48ാമത്തെ മിനിറ്റിൽ അവരുടെ പുതിയ ക്യാപ്റ്റൻ അർജന്റീനക്കാരൻ ക്യൂട്ടി റൊമേറോ കൂടി ഗോളടിച്ചപ്പോൾ 2-0 അവർ മുന്നിൽ. 80 മിനിറ്റ് കഴിയുമ്പോഴും ടോട്ടനാം ഹോട്ട്സ്പർ തന്നെ മുന്നിൽ. എന്നിട്ടോ 85ാമത്തെ മിനിറ്റിൽ ലീയിലൂടെ PSG ഒരു ഗോൾ മടക്കുന്നു. 90 മിനിറ്റ് കഴിയുമ്പോഴും ടോട്ടനാം ഹോട്ട്സ്പർ മുന്നിൽ. അവർ കിരീടത്തെക്കുറിച്ച് ചിന്തിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഗോൺസാലോ റാമോസിൻ്റെ ഈക്വലൈസർ പിറക്കുന്നത്. പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കാര്യങ്ങൾ പോയി. വിറ്റീഞ്ഞയ്ക്ക് പിഴച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ട് PSG എല്ലാ താരങ്ങളും പന്ത് വലയിലേക്ക് എത്തിച്ചപ്പോൾ ടോട്ടനാമിൻ്റെ 2 താരങ്ങൾക്ക് പിഴച്ചു. അങ്ങനെ 4-3 വിജയം ഒടുവിൽ ഷൂട്ടൗട്ടിൽ സ്വന്തമാക്കിക്കൊണ്ട് ലൂയിസ് എൻറിക്കയുടെ കുട്ടികൾ PSG മറ്റൊരു കിരീടം ഉയർത്തിയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് 20.